guys, welcome to my YouTube channel. Subscribe 10 million പടക്കം പൊട്ടിച്ചു. ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റത്തെ ഷോർട്ട് വീഡിയോ കണ്ട് എല്ലാവരും എന്താണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും. ആക്ച്വലി മോൻ്റെ വിക്രിയസുകളാണ് കണ്ടത്. അതൊക്കെ അവൻ തനിയെ ചെയ്തതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നാമം ചൊല്ലുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അവൻ പക്ഷെ അതിന് മുന്നേ തൊട്ട് പറയുന്ന അമ്മേ നമ്മുടെ മൈക്ക് യൂട്യൂബ് ചാനൽ എടുക്ക്, നമുക്ക് യൂട്യൂബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവനാണെന്നുണ്ടെങ്കിൽ നോർമലി കാണുന്നത് യൂട്യൂബാണ്. അതിനകത്ത് കാണുന്നത് ഇംഗ്ലീഷ് വീഡിയോസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവന് ആക്ച്വലി നമ്മളെ പോലെ 1K 2K സബ്സ്ക്രൈബേഴ്സിൻ്റെ കഥയൊന്നും അറിയത്തില്ല. ഈ ഇംഗ്ലീഷ് ചാനലിലെല്ലാം മില്യൺ സബ്സ്ക്രൈബേഴ്സും ഡയമണ്ട് പ്ലേ ബട്ടണൊക്കെയാണ് അവൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൻ എൻ്റെ അടുത്തും പറയുന്നത്, അമ്മേ നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ തനിയെ മൈക്ക് എടുത്ത് വെച്ചതും അതിൻ്റെ റിസീവർ കണക്ട് ചെയ്തതും വീഡിയോ എടുത്തെല്ലാം തനിയെ. പക്ഷെ ഞാനങ്ങ് ആശ്ചര്യപ്പെട്ടു പോയിട്ടോ, ഇതുപോലെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെയും കേൾക്കുമ്പോൾ അതവൻ എന്തോ ഒരു ദേഷ്യം പോലെ, അമ്മ അത് കേൾക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ഫേസ് ടു ഫേസ് വരുന്നത് എന്തായാലും ഈ വീഡിയോയിലായിരിക്കും. ഇന്നലെ വോയിസ് ഓവർ മാത്രമേ കൊടുത്തതുള്ളൂ. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊരു നമുക്ക് വീഡിയോ ആക്കി ഇടാൻ പറ്റിയ കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ എല്ലാവരും കണ്ട പോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ആരും യൂട്യൂബിന് താഴെയൊന്നും ക്വസ്റ്റ്യനായിട്ട് വന്നില്ല. അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആർക്കും എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഞാനതൊക്കെ എന്തായാലും പോസിറ്റീവ് വേയിൽ തന്നെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഓഫീസിൻ്റെ അടുത്തുള്ളവരും എല്ലാവരും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഈ ജോലിയും യൂട്യൂബ് ചാനലും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞൊരു മൾട്ടി ടാസ്കിങ് ആണ്. എന്നാലും അപ്പം ഞാൻ ഓർത്തു ഇന്ന് അതിനെപ്പറ്റി, ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാമെന്ന്. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം വ്യൂസാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു വ്യൂ, അതിനെ പറ്റിയുള്ള വ്യൂ, അത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ജോലി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്നത്തെ കാലത്തൊരു ജോലി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. എന്തായാലും അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏട്ടനും കൂടെ ഇതുപോലെ താനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാനീ പറഞ്ഞ കൂട്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമുക്കിനി വഴി വെച്ച് നിൽക്കാൻ പറ്റുമോ, ഇടയിൽ നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജോലി എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണ്ടൊരു കാര്യമാണ്. കാരണം അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. പിന്നെ ആൺപിള്ളേരെന്തായാലും ജോലിക്ക് പോകും. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ ജോലിയില്ല, കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാനൊക്കെ പാടല്ലേ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് അവരതിന് വേണ്ടി എന്തായാലും നോക്കും. പക്ഷേ പെൺകുട്ടികൾ പല കാര്യങ്ങൾ കൊണ്ടും ഉൾവലിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ചിലർക്ക് അങ്ങനെ ജോലിക്ക് പോകുന്നതിനോട് വലിയ ഇഷ്ടമില്ല. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ വീട്, അവരൊക്കെ ഭയങ്കര ഫിനാൻഷ്യലി അപ്പാണ്. പിന്നെ നമ്മളൊരു ജോലിക്ക് പോയി ഏൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ
എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പേഴ്സണലി. പിന്നെ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ, ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ളവർക്ക് പെൺകുട്ടികൾ ജോലിക്ക് പോയി പൈസ കൊണ്ടുവരിക എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും. ഈ പലതരത്തിലുള്ള ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്ന് പറയുന്നതിൻ്റെ വില നല്ലപോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ജോലിക്കാരായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഞങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടില്ല. അതായത് ഞങ്ങൾ ഏത് സമയത്താണോ ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആ സമയത്ത് ഒരു ഫോൺ വാങ്ങിത്തരാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും കേപ്പബിളായിരുന്നു. അതുപോലെ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ സമയത്ത് ലാപ്ടോപ്പ് വാങ്ങിത്തരാൻ അവർ കേപ്പബിളായിരുന്നു. അന്ന് പക്ഷെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അതിന് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ അച്ഛനമ്മമാർക്ക് കിട്ടുന്ന ഏണിങ്സിനെ പറ്റിയും വീട്ടിലൊരാൾക്ക് മാത്രമേ ഇൻകം ഉള്ളൂ, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഇതും കൂടെ നടക്കില്ല, EMI ഇട്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലരുടെയും കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെയും എൻ്റെ ബ്രദറിനെയും സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷമമൊന്നും ഞങ്ങളുടെ ലൈഫിലൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഞങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോയത് കൊണ്ടാണ് എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുപോലെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാളത്തെ ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നല്ല ഫിനാൻഷ്യലി അപ്പായ ഒരു ഫാമിലിയിലോട്ടാണല്ലോ കല്യാണം കഴിച്ച് വന്നത് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നല്ല ഫിനാൻഷ്യലി അപ്പാണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും എനിക്ക് അവരോട് പറയാനുള്ളത്, ചിലപ്പോൾ നാളത്തെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാജഡി വരാം, ഇല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് ഒരു ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരാം. അത് വേറെ ആരുടെയും അല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോവാം. ആ സമയത്ത് അങ്ങനെ ഒരു ജോലിക്ക് പോവാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കാനോ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒരിക്കലും ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു ചെറിയ ജോലിക്കെങ്കിലും പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്രോഡ് കൺസൾട്ടൻസിയാണ്. നേഴ്സസിന് UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ വിടുന്നൊരു ഫേമാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജോലിയാണ്. പിന്നെ അങ്ങനെ പോണു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് തോന്നിയതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് യൂട്യൂബിലിടാൻ നമുക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനൊരു ചിന്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നാളെ ഞാനും അമ്മയും കൂടെ എറണാകുളം വരെ പോവാം. അപ്പം നാളെ എറണാകുളത്തെ യാത്രയെ പറ്റിയുള്ളതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. വാച്ച് അവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കറിയാം. സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നുണ്ടെങ്കിലും വാച്ച് അവറൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അതുകൊണ്ട് തുടർന്ന് എല്ലാവരും കാണുക. അപ്പോൾ നാളത്തെ വീഡിയോ ഞങ്ങളെവിടെ പോകുന്നു എന്തെന്നുള്ളതൊക്കെ കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ വ്ളോഗ് ഞങ്ങളുടെ യാത്രയെ പറ്റിയായിരിക്കും. ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. മോനും ചാച്ചനും ഇവിടെ കാണും. അതുപോലെ ഞാൻ മെയിനായിട്ട് വിട്ടുപോയൊരു കാര്യം കൂടെ പറയാം. നമ്മളുടെ വീട്ടിൽ പ്രായമായ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഒക്കെ കൂടെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുക. കാരണം എനിക്കിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ടും ഇത്ര ടെൻഷൻ ഫ്രീ ആയിട്ടും ജോലിക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ അച്ഛനുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അച്ഛനാണ് മോനെ നോക്കുന്നത്. അവൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ അറിയുന്നില്ല. എല്ലാവരാണ് ചാച്ചനാണ് ചെയ്യുന്നതും നോക്കുന്നതെല്ലാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ വലിയൊരു മോട്ടിവേഷൻ അമ്മ തന്നെയാണ്. അതൊക്കെ ഞാൻ പിന്നീട് വലിയൊരു കഥയായിട്ട് പറയാം. ഇവിടെ അമ്മയും ഇതുപോലെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിളിൽ കൂടെ നടന്നു പോയിട്ടുള്ള ആളാണ്.
അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഒരു ജോലി എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണം, ഇതുപോലെ നാളത്തെ ലൈഫിൽ നമുക്ക് എന്താ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജോലി എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണെന്ന് എപ്പോഴും അമ്മ പറയും. അപ്പോൾ അതുകൊണ്ട് അമ്മയുമാണ് എനിക്ക് ജോലിക്ക് പോകാനുള്ളൊരു മോട്ടിവേഷൻ. അതുപോലെ ജോലിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകുന്നതിന് റീസൺ അച്ഛനാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അവർക്ക് നല്ല ആയുസ്സ് കൊടുക്കാനും ദൈവത്തോടും കൂടെ പ്രാർത്ഥിക്കുക. അപ്പം നമുക്കും നമ്മളുടെ നല്ല സമയത്ത് നല്ലപോലെ ജോലിക്ക് പോകാനൊക്കെ പറ്റും. അങ്ങനെ അപ്പം ഇനി നാളത്തെ വീഡിയോയിൽ കാണാൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.